ഇന്ത്യയിലെ ക്രിസ്മസ് ക്യാപിറ്റലാണ് ഫോർട്ട് കൊച്ചി. പ്രത്യേകിച്ച് ഈ ബിഷപ്സ് ഹൗസ് 1500-ാം ആണ്ടിൽ പോർച്ചുഗീസുകാരാണ് ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം കൂടുതൽ ലൈറ്റുകളും അതിൻ്റെ ആഘോഷങ്ങളുമെല്ലാം. ഞാൻ വർഷങ്ങളായിട്ട് അത് കാണുന്നതാണെങ്കിലും ഈ വർഷത്തോളം പ്രകാശമുള്ള ഒരു ക്രിസ്മസ് ഉണ്ടായിട്ടില്ല. എല്ലായിടത്തും ഇരുട്ടിന് വകഞ്ഞു മാറ്റിക്കൊണ്ട് പ്രകാശം പരക്കുകയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനം, വെളിച്ചത്തിൻ്റെ ജനനമായിട്ട് കണക്കാക്കണം. വെളിച്ചം കടന്നു വരുന്നതോടുകൂടെ അന്ധകാരം ഒളിവിടം തേടേണ്ട അവസ്ഥയാണ്. ഇന്ന് നോക്കുക, കൊച്ചിക്ക് സന്ധ്യാനേരങ്ങളുമില്ല, രാത്രിയും ഇല്ല, എല്ലാം പ്രകാശമാനമാണ്. ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാകട്ടെ എന്ന് ആശംസിക്കാനാണ് എനിക്ക് താല്പര്യം. അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ധാരാളം നെഗറ്റീവ് എനർജി അന്തരീക്ഷത്തിലുണ്ട്. ആ നേരത്ത് നമുക്ക് പോസിറ്റീവ് എനർജി കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വെളിച്ചം മറ്റു മനുഷ്യരിലേക്കും നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും പ്രസരിപ്പിക്കാനായിട്ടുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. അതാണ് ക്രിസ്മസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാം ഭംഗിയാകട്ടെ, എല്ലാവർക്കും നല്ല അനുഭവമാകട്ടെ. ക്രിസ്മസ് വളരെ വെറും ഒരു കച്ചവട സാധനങ്ങൾ വാങ്ങുന്നതിനോ ഒന്നും ഉള്ള ഒരു കാര്യമായിട്ട് എടുക്കാതെ, സമ്മാനപ്പൊതികൾ കൈമാറുന്ന അതുമാത്രമായിട്ട് എടുക്കാതെ, മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കാനും മറ്റു മനുഷ്യരോട് ചേർന്ന് നിൽക്കാനും, മറ്റു മനുഷ്യർ അത് ഏതു തരക്കാരാകട്ടെ അവരെ എല്ലാം ചേർത്ത് നിർത്താനുമുള്ള ഒരവസരമായിട്ട് ക്രിസ്മസും തുടർന്നുള്ള ദിനങ്ങളും തീരട്ടെ. പുതിയൊരു വർഷം നമുക്ക് നല്ല അനുഭവങ്ങളുള്ള വർഷമായിട്ട് തീരട്ടെ. 2024 നമുക്കറിയാം വളരെ ടെൻഷൻ പിടിച്ച ഒരു വർഷമായിരുന്നു. കാര്യങ്ങൾ പലതും നല്ലതുണ്ടായെങ്കിലും അതിനേക്കാൾ കൂടുതൽ മോശമായ കാര്യങ്ങളാണ് ലോകത്തെല്ലായിടത്തും നടക്കുന്നത്. അതൊക്കെ ഒന്ന് മാറിയിട്ട് സമാധാനത്തിൻ്റെ സന്ദേശം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാനായിട്ട് ഈ ഭൂമിയിൽ ഇടമുണ്ട്. നമുക്ക് മറ്റു മനുഷ്യരെ അവരോടുകൂടി ചേർന്ന് നിൽക്കാം. എല്ലാവരെയും ചേർത്ത് നിർത്തുമ്പോൾ നമുക്ക് സുന്ദരമായ ഒരു ലോകമുണ്ടാകും. എല്ലാവർക്കും ഇടമുള്ള ഒരു നാടായിട്ട് നമ്മുടെ നാട് തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്.